IT മേഖലയിൽ നമ്മളിപ്പോൾ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡെവലപ്മെൻറ്റിൽ തിരുവനന്തപുരം സിറ്റി നന്നായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർമാരുടെ സമ്മേളനം, IT പ്രൊഫഷണൽസിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 1-2 മേയർമാരെ കണ്ടിരുന്നു. അങ്ങനെയുള്ളൊരു 20-22 പരിപാടികളിൽ പങ്കെടുത്തു. അതിൻ്റേതായ ഗുണം സമൂഹത്തിനുണ്ടാകും. അമേരിക്കൻ നഗരങ്ങളിലെ സ്മാർട്ട് സിറ്റി മാതൃകയിൽ ഈ തിരുവനന്തപുരത്തേക്ക് പെട്ടെന്ന് ഉടനടി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? IT മേഖലയിൽ നമ്മളിപ്പോൾ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡെവലപ്മെൻറ്റിൽ നന്നായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റി നന്നായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അക്കാര്യങ്ങൾ അവരുമായിട്ട് വിശദീകരിച്ചു, ചർച്ച ചെയ്തു. അവരുടെ എക്സ്പെർട്ട് ടീം നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. നമ്മൾ അവരുമായിട്ട് സംസാരിക്കുന്നു. അതെങ്ങനെ ഭരണരംഗത്ത് പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. സ്റ്റുഡൻസിൻ്റെ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം, കുറച്ച് കാലത്തേക്ക് അവിടുത്തെ സ്റ്റുഡൻസ് നമ്മുടെ ക്യാമ്പസൊക്കെ കാണുക, നമ്മുടെ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോവുക, അതെല്ലാ വർഷവും ആവർത്തിക്കുക, അതിലൂടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, ഇക്കാര്യത്തോട് ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നീട് കേരളത്തിൽ നിന്നും പോയ ഡോക്ടർമാർ അവിടുത്തെ ലോകപ്രശസ്തമായ ആശുപത്രികളിൽ ഏറ്റവും ഉന്നത തലത്തിൽ പല ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും അവരാണ്. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ ഹെഡ് മലയാളികൾ നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ പഠിച്ചു പോയവരാണ്. അപ്പോൾ അവർക്കിപ്പോഴും നാടിന് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള വളരെ വലിയൊരു ആഗ്രഹമുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കോർഡിനേഷൻ നടക്കാത്തതാണ് ആ പ്രശ്നം. അപ്പോൾ സംസാരിച്ചപ്പോൾ അവരിൽ പലരും തയ്യാറാണ് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി. അത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ മലയാളികൾക്ക് ചില ആവശ്യങ്ങളുണ്ട്. അവരുടെ പേപ്പറുകളൊക്കെ തന്നെ കുറച്ച് സ്പീഡാക്കുക. അവർക്ക് 10 ദിവസം ലീവിനൊക്കെ വന്നിട്ട് എല്ലാ ദിവസവും പേപ്പർ കണക്കാൻ സാധിക്കില്ല. അവിടെ നിന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു 18-20 മലയാളികളുടെ തന്നെ വ്യത്യസ്ത പരിപാടി. ഇപ്പോൾ ഡോക്ടർമാരുടെ സമ്മേളനം, IT പ്രൊഫഷണൽസിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 1-2 മേയർമാരെ കണ്ടിരുന്നു. മറ്റ് ചില ആരാധനാലയങ്ങളിൽ പോയിരുന്നു. അങ്ങനെയുള്ളൊരു 20-22 പരിപാടികളിൽ പങ്കെടുത്തു. അതിൻ്റേതായ ഗുണം സമൂഹത്തിനുണ്ടാകും. ഇതിന് ഏകോപനത്തിന് വേണ്ടി എന്തെങ്കിലും സെല്ല് എന്തെങ്കിലും രൂപീകരിക്കാൻ ഞങ്ങളിപ്പോൾ രാവിലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കൗൺസിലർമാരുമായിട്ടും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുമായിട്ടും പ്രാഥമിക വിവരങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം ഞങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരൊക്കെ ഇരിക്കുമ്പോൾ ഡീപ്പായിട്ട് ചർച്ച ചെയ്തിട്ട് അത് ആലോചിക്കാം.